സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 7999 മുതൽ. കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ്, അയൺ ബോക്സ്, ഫ്ലാസ്ക് എന്നിവ 50% വരെ ഓഫർ നൽകുന്നു. ഏവർക്കും സ്വാഗതം. കർഷകരുടെ വിവിധ പ്രശ്നങ്ങളും പരാതിയും അതിന് പരിഹാരവും മറുപടിയും വിശദമായി നൽകിയിരിക്കുകയാണ് ചേലക്കര കൃഷിഭവൻ ഓഫീസർ CR രേഖ. പങ്ങാരപ്പള്ളി നെല്ലുൽപാദന സമൂഹ വാർഷിക പൊതുയോഗത്തിൽ നിന്നും റൈറ്റ് വിഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ട്രാക്ടർ ഇറങ്ങാൻ പറ്റുന്നില്ല അല്ലേ? അതൊന്നും അത്ര വലിയ വിഷയമല്ല. അത് നിങ്ങളൊരു കാര്യമായിട്ട് എഴുതി തരിക, എവിടെയാണ് എന്താണെന്ന് പാടശേഖരം മുഖേന നിങ്ങൾ എന്ത് ലെറ്റർ തരികയാണെങ്കിലും അതാത് നിങ്ങൾ എന്തൊക്കെ പരാതി ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും പാടശേഖര സമിതി സെക്രട്ടറിയോ പ്രസിഡന്റോ മുഖേന തരാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ അവർ പറയാണ്ട് നമ്മളോട് പറയണമെങ്കിലും പറയാം, വിരോധമില്ല അല്ലേ? അങ്ങനെയൊന്നുമില്ല. പക്ഷേ എന്നാലും അവരും കൂടി അറിഞ്ഞിരിക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു കമ്മിറ്റി, പ്രസിഡന്റ്, സെക്രട്ടറി, ചെയർമാൻമാരെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു ലെറ്റർ ആക്കി തന്നാൽ നിർബന്ധമായിട്ടും നമ്മൾ അവരെ വിളിച്ചു വരുത്തി സംസാരിച്ച് അതിനുള്ളൊരു സംവിധാനം നോക്കാം. പിന്നെ കാട്ടുപന്നിയുടെ ഇദ്ദേഹത്തിൻ്റെ സംശയം, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അതായത് ചേലക്കര പഞ്ചായത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൽ മൊത്തം കുന്നും പ്രദേശങ്ങളിൽ ഒക്കെ ആയാലും നിങ്ങൾ ഈ പറഞ്ഞ പന്നി, മുള്ളം പന്നി, മയിൽ, അണ്ണാൻ, മലയണ്ണാൻ, കുരങ്ങന്മാർ, എല്ലാവിധ ശല്യങ്ങളുണ്ട്. അത് സംശയമൊന്നുമില്ല. മറ്റ് പഞ്ചായത്തുകൾ ചിലപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ അതിരപ്പള്ളി എന്നൊക്കെ വന്ന ഓഫീസർമാരും കർഷകരുടെയും പ്രതിഷേധം അവരുടെ അത് കാണുമ്പോൾ നമ്മൾ ഭേദമാണെന്ന് തോന്നും. പക്ഷേ നിവൃത്തിയില്ല, നിയമം അങ്ങനെ ആയിപ്പോയി. ഇപ്പോൾ നമുക്കിപ്പോൾ അനുവദനീയമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സോളാർ വേലി നിർമ്മിക്കാൻ നമുക്ക് അനുവാദമുണ്ട്. ഇപ്പോൾ ചേലക്കര പഞ്ചായത്തിൽ നമ്മൾ വലിയൊരു പ്രൊജക്റ്റ് കൊടുത്തിട്ടുണ്ട്. പ്രൊപ്പോസൽ ഇവിടുന്ന് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്തുകളെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മുഖേന നടപ്പിലാക്കുന്ന ഒരു പദ്ധതി ഒരു 71 ലക്ഷം രൂപ നമുക്കിപ്പോൾ പാസ്സായി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷം പാസ്സായ പ്രൊപ്പോസൽ കൊടുത്തതായിരുന്നു, ഇപ്പോഴാണ് പാസ്സായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തിരുമണി കോളനി ആ ഭാഗത്താണ് വരുന്നത്, പഴയന്നൂരിൻ്റെ ചെറിയൊരു ഭാഗം വരെ വരും. അപ്പോൾ ഫോറസ്റ്റ് മേഖലയിൽ നിന്ന് അങ്ങനെ അറ്റത്തിൽ നമുക്ക് ഒരു 70 ലക്ഷത്തോളം രൂപയാണ് പാസ്സാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പദ്ധതി നടപ്പിലാക്കുന്നു. ഈ മാസം തന്നെ നമുക്ക് പഞ്ചായത്തിലെ മെമ്പർമാരും എല്ലാവരും കൂടി ഒരു യോഗം വിളിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ ഈ പറയുന്ന സോളാർ വേലി നിർമ്മിച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞില്ലേ ഇദ്ദേഹം കാട്ടുന്നാണ് ഇറങ്ങി വരുന്നതെന്ന് പറഞ്ഞല്ലോ, അതാണ് ഒരു കാര്യം. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു മീറ്റിങ്ങിൽ പോയപ്പോൾ ഇവർ തന്നെ പറഞ്ഞത് സോളാർ വേലി നിർമ്മിച്ചാൽ നമുക്ക് ആനേനെയാണ് കൂടുതലായിട്ട് പ്രതിരോധിക്കാൻ കഴിയും, പന്നീനെ ഒരു ലിമിറ്റ് വരെ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമുക്ക് ശ്രമിക്കാം, എന്തായാലും സാങ്ഷനായി വന്നു, നമ്മൾ ചെയ്യാം. പക്ഷേ അതിൻ്റെ മെയിൻ്റനൻസ് വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള അംഗങ്ങൾ നമ്മളോട് പറയുന്നത് പല ഭാഗങ്ങളിലും സോളാർ വേലി നിർമ്മിച്ചു കൊടുത്താലും കൃത്യമായിട്ട് ആ പ്രദേശവാസികളോ കർഷകരോ കൃത്യമായിട്ട് സോളാർ വേലി സംരക്ഷിക്കുന്നില്ല. ഇപ്പോൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാലോ, ഒരു മഴ പെയ്താൽ അതിൽ ചെടികൾ വളർന്നു, ഈ 2 വയറ് കൂട്ടി മുട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പോൾ ഇവർക്ക് ഇത്രയും ഫണ്ട് നമുക്ക് സർക്കാരിൽ നിന്ന് ഇറക്കി അങ്ങനൊരു സംഭവം ചെയ്താൽ നമ്മളൊരു കമ്മിറ്റി എങ്ങാനും രൂപീകരിച്ച് കൃത്യമായിട്ടുള്ള മെയിൻ്റനൻസ് ചെയ്യണം. ചെയ്യാതെ നമ്മൾ വാക്കാലെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ അടുത്ത മീറ്റിംഗ് ആവുമ്പോഴത്തേക്കും അതാത് പ്രദേശത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ തരാം. ബ്ലോക്കും എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ നിങ്ങൾ ചെയ്യണം. അല്ലാണ്ട് കാട്ടിൽ ഞങ്ങൾ പോവില്ല, ഞങ്ങളുടെ കടമയല്ല എന്ന് പറയരുത്. നമ്മുടെ എല്ലാ കർഷകർക്കും വേണ്ടിയിട്ടാണ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി നമ്മളത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അത് ചെയ്യാം. ഇനി നമ്മുടെ പഞ്ചായത്ത് മുഖേന നമുക്ക് ഒരു 15 ലക്ഷം രൂപ ഇത്തവണ ജനകീയാസൂത്രണ പദ്ധതി മുഖേന സോളാർ വേലി നിർമ്മിക്കാനുള്ളത് പദ്ധതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 10 വെച്ചിരിക്കുന്നത്, 5 ലക്ഷം കൂടി കൂട്ടിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വർഷം തന്നെ അത് 15 ലക്ഷം രൂപ ജനകീയാസൂത്രണ പദ്ധതിയിൽ സോളാർ വേലി നിർമ്മിക്കാനായിട്ട് തരും. അതിലും ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വരിക, ഒരു പാടശേഖരം ഒന്നായിട്ട് നമുക്ക് സംരക്ഷിക്കണമെങ്കിൽ നമ്മുടെ ചേലക്കര പഞ്ചായത്തിൽ ഓരോരോ പാടശേഖരങ്ങളായിട്ടേ പറ്റൂ. പിന്നെ ചില ആളുകളുടെ നിസ്സഹകരണം, ചെറിയ ബെനിഫിഷ്യറി കോൺട്രിബ്യൂഷനൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ ചില ആൾക്കാർ ഞാൻ പൈസ അടയ്ക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാലും പൂർണ്ണമായിട്ടും ഇത് ഒരേപോലെ നടപ്പിലാക്കാൻ പ്രയാസമാണ്. അപ്പോൾ വ്യക്തികൾക്ക് കൊടുക്കാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ മാത്രം അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യേണ്ടി വരും. അതിൻ്റെയും പ്രായോഗിക വശങ്ങൾ ഒന്ന് ചർച്ച ചെയ്തിട്ട് വേണം പഞ്ചായത്തിൽ നിന്ന് ഗുണഭോക്തൃ ലിസ്റ്റ് ഉണ്ടാക്കി ആ പദ്ധതി നടപ്പിലാക്കാൻ. പക്ഷേ ഫണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് തെങ്ങ് കൃഷി, തേങ്ങ സംഭരണം വളരെ കാര്യമായിട്ട് കേരഫെഡ് മുഖേന നടപ്പിലാക്കിയിരുന്നതാണ്. ഞാനിവിടെ വന്ന് ജോയിൻ ചെയ്തതിന് ശേഷം അറിഞ്ഞു നമ്മുടെ കേരഫെഡ് മുഖേനയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞപ്പോൾ അത് നിർത്തി.
ഇപ്പോൾ ഇത്തവണ ഫണ്ട് തരുന്നത് നാഫെഡ് ആണെന്നാണ് പറഞ്ഞത്. അത് VPCK മുഖേന തന്നെയായിരിക്കും, സ്വാശ്രയ കർഷക സംഘം മുഖേന തന്നെയായിരിക്കും. അവരുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് അവൈലബിൾ ആവുന്ന ആ മുറയ്ക്ക് തന്നെ തേങ്ങ സംഭരണം വീണ്ടും തുടങ്ങും. പിന്നെ കിട്ടാത്ത ആൾക്കാരുടെ അക്കൗണ്ടിൽ ചെറിയ കറക്ഷൻസ് വന്നിട്ടുണ്ട്, അത് നമ്മൾ വീണ്ടും കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നോക്കി, നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു, 8 പേരെ അങ്ങാണ്ട് കിട്ടിയില്ല, അത് കിട്ടിക്കഴിഞ്ഞു. ഇനിയുള്ള ഇത്തരം പ്രശ്നങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായാലും ചെയ്തു തരാനുള്ള സംവിധാനം നമുക്ക് ചെയ്യാം. ഇനി അടുത്തത് ഇതെന്തായിരുന്നു, ഇൻഷുറൻസ് തുക ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന്, അത് ഈ ചേച്ചി പറഞ്ഞത് അല്ലേ? അതെന്താണെന്ന് വെച്ചാൽ കുറേ വിളനാശം സംഭവിച്ചിരിക്കും. ഗവൺമെൻറ്റിൽ നിന്ന് എന്താ പറയുക, ഫണ്ട് അവൈലബിൾ ആവണ വരെ അതിൻ്റെ മുറയ്ക്ക് ഓരോ ഇയറിലേക്കുള്ള ആൾക്കാർക്കാണ് ഇത് പോയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ മീറ്റിങ്ങിന് പോകുമ്പോൾ അവർ ഏകദേശം തരാറുണ്ട്, ഇന്ന വർഷം വരെ 2020 വരെയുള്ള അപേക്ഷകർക്കാണ് നൽകിയിട്ടുള്ളൂ എന്നുള്ളത് കറക്റ്റായിട്ട് കണക്ക് തരാറുണ്ട്. ഒരു പക്ഷേ അങ്ങനെ നിങ്ങളുടെ വൈകുന്നതായിരിക്കും, കിട്ടില്ല എന്ന് പ്രതീക്ഷിക്കേണ്ട. തീർച്ചയായിട്ടും അപേക്ഷ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും കേട്ടോ, വൈകിയാലും നിങ്ങൾക്ക് കിട്ടും അത്. ഇനി ഉള്ളത് നമ്മുടെ തോട്ടുവരമ്പ് അല്ലേ, അസനാറ് ബോർവെല്ലിൻ്റെ കാര്യം പറഞ്ഞത് അത് തന്നെയല്ലേ? അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് അത് തീർച്ചയായിട്ടും ചെയ്യാം. അതെന്താ വെച്ചാൽ അത് ചെയ്യാം. ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു കാര്യം ഇങ്ങനെ വരുന്ന സംഭവങ്ങൾ കൃഷി വകുപ്പും ചെയ്യാറുണ്ട്, മണ്ണ് സംരക്ഷണ വകുപ്പും ചെയ്യാറുണ്ട്, പിന്നെ നമ്മുടെ ഇറിഗേഷൻ മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ചെയ്യാറുണ്ട്. ഇത് മൂന്ന് വഴിക്ക് പോകുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു സംശയം. അതായത് പലരും പ്രൊജക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ചേലക്കര പഞ്ചായത്തിലേക്ക് വേണ്ടി അവിടുത്തെ ഓഫീസറെ കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. പങ്ങാരപ്പള്ളി പാടശേഖരം കൺസ്ട്രക്ഷൻ ഓഫ് റീറ്റെയിനിങ് വാൾ എന്ന് പറഞ്ഞിട്ട് കുറേ എമൗണ്ട് കിടക്കുന്നുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ പ്രൊപ്പോസൽ പോയി കഴിഞ്ഞു. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പറയുന്നില്ലേ പണ്ടത്തെ പ്രൊപ്പോസൽ പോയി കഴിഞ്ഞു, നല്ല കോടിക്കണക്കിന് രൂപയുടെ, ഞാൻ കറക്റ്റായി പറയുന്നില്ല, ഉണ്ട്. അപ്പോൾ ഉണ്ട് അല്ല വന്നിട്ടില്ല എന്നുള്ളത് ശരി, പക്ഷെ പ്രൊപ്പോസൽ പോയി കഴിഞ്ഞ് വരാനുള്ള ഒരു പ്രൊജക്ട് പ്രൊപ്പോസൽ എനിക്ക് അവരൊരു ഡ്രാഫ്റ്റ് തന്നു. ഇനിയിപ്പോൾ വീണ്ടും പറയണ്ട, അവർ ചെയ്യും കേട്ടോ. അപ്പം ഞങ്ങളത് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു മീറ്റിംഗ് നടത്തിയിട്ട് അതിൽ തീരുമാനം എടുക്കാനുള്ള പദ്ധതി ഉണ്ട്, ഞങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് പ്രതീക്ഷയ്ക്ക് വളരെയധികം സാധ്യതയുള്ള ഒരു കാര്യമാണ് കേട്ടോ, അത് ശരിയാക്കി തരാം. പിന്നെ നമ്മൾ ശ്രദ്ധയിൽ പെടാത്തതുണ്ടെങ്കിൽ പ്രൊജക്ട് പ്രൊപ്പോസൽ വീണ്ടും കൊടുക്കാൻ പറഞ്ഞത് ബ്ലോക്കിലേക്ക്, അത് അച്ഛനേട്ടാ നിങ്ങളെല്ലാവരും എഴുതിയെടുക്കുക. ചെറിയ ഭാഗങ്ങളാവും. പിന്നെ ചീർപ്പ്, അതൊക്കെ മൈനർ ഇറിഗേഷനിൽ പറഞ്ഞാൽ അവർ ഫൈബറിൻ്റെ വരെ ഇട്ട് തരുന്നുണ്ട്, സംവിധാനങ്ങളുണ്ട്, അതും അവരെ കോൺടാക്ട് ചെയ്യാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെയുള്ളത് തോട്ടുവരമ്പ് അല്ലേ, പാലത്തിനടുത്ത് റംലാലിയുടെ ഇദ്ദേഹത്തിൻ്റെ അത് നിങ്ങളുടെ ആ ഭാഗം മാത്രം അല്ലേ, അതൊന്ന് എഴുതി തരൂ, നമുക്കത് നോക്കിയിട്ട് എന്താ ചെയ്യാൻ പറ്റുക ചെയ്യാം. അപ്പോൾ നമുക്ക് അതിന് മാത്രമായിട്ട് അങ്ങനെ ഒരു ഫണ്ടൊന്നുമില്ല. അപ്പോൾ ചെറിയ ഒരാളുടെ പാടശേഖരത്തിൽ ആ വരമ്പ് പൊട്ടി, അങ്ങനെ ഒരു ഫണ്ട് ഇല്ല. ഇവരുടെ ഈ പരാതി എന്ന് പറയുന്നത് 2 വർഷമായിട്ട് പഞ്ചായത്ത് കെട്ടിയ കെട്ട്, പഞ്ചായത്ത് ആ പാലം എടുത്തില്ലേ, നമ്മളെ പ്രശ്നമായിട്ട് ഞാൻ പ്രശ്നം അതിനവിടെ പാലം പിന്നെ ഗവൺമെന്റ് ഒരു 10 മീറ്റർ നീളത്തിൽ അവിടെ പാലം കഴിച്ച് സപ്പോർട്ട് കെട്ട് കെട്ടുന്നത്. ആ കെട്ട് ഇടിഞ്ഞെന്നാണ് ഇവരെ ഭർത്താവ് രാവിലെ ഇന്നലെ പറഞ്ഞത്. ഇപ്പൊ പുതിയതായിട്ട് കെട്ടാണ് ഇടിഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനോട് ചേർന്നിട്ടാണ് ഇവരെ സ്ഥലം ചേർത്ത് കിടക്കുന്നത്. അപ്പൊ അവിടെ ഇടിയുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അത് നമുക്ക് സ്ഥലം വന്ന് നോക്കാം. സ്ഥലം വന്ന് നോക്കിയിട്ട് ചെയ്തത് ആരാണ്, ഇപ്പൊ എഞ്ചിനീയറിന്റെ നമ്മുടെ ബ്ലോക്കിലോ എഞ്ചിനീയറുടെയോ വിഭാഗത്തിൽ പെട്ടതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത് അത് ശരിയാക്കാനുള്ള നടപടി ചെയ്തുതരാം കേട്ടോ. പിന്നെയുള്ളത് പിന്നെ എത്ര പൈസയാണ് നമുക്ക് വരുന്നത് അല്ലേ, അത് ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. എന്ന് വെച്ചാൽ കൃഷി ഓഫീസറോ അല്ലാതെ പഞ്ചായത്തു നിന്നോ നമ്മൾ ഫണ്ടൊന്നും കൈകാര്യം ചെയ്യുന്നില്ല. നേരെ നമ്മൾ അസിസ്റ്റൻറ്റ് ഡയറക്ടർക്കാണ് അതിനുള്ള അധികാരമുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാണുക അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്ന് മാത്രമായിരിക്കും പാസ്ബുക്കിൽ കാണുക. അതിൻ്റെ കൺസേൺഡ് അതിൻ്റെ അവിടുത്തെ 2500 ആണെങ്കിൽ അങ്ങനെ കാണും. അപ്പോൾ കൃഷിയുടെ ആണോ എന്നുള്ളത് അറിയാൻ ഇപ്പം നിർവാഹമില്ല. ബാങ്ക് ഡീലിങ്സ് അങ്ങനെയാണ്. ഇനി ഞങ്ങൾക്ക് ആകെ കൂടി പറ്റുന്ന കാര്യം, ഞങ്ങൾ ഇവിടെ നിന്ന് എത്ര ക്ലെയിം കൊടുത്തോ അതിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് തരാം. പാടശേഖര സമിതിയുടെ കമ്മിറ്റിയിലേക്ക് ഞങ്ങളത് തരാം. ഓരോ വർഷവും ഉഴവ് കൂലി ആയാലും എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് തന്നിരിക്കുന്നതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് ആണോ വന്നിരിക്കുന്നത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതൊന്നും വിഷയമല്ല കേട്ടോ. അതാത് അക്കൗണ്ടിലേക്കാണ് വരുന്നത്, വേറെ ഒരു പ്രശ്നങ്ങളും അതിലില്ല. അത് കറക്റ്റായിട്ട് റിപ്പോർട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാതെ പെട്ടെന്ന് ഞാൻ പോയിട്ട് ഇതിൽ ഇങ്ങനെ ഒരു നോട്ട് വേണം എന്ന് പറയാൻ ആവശ്യപ്പെടാൻ എനിക്ക് പറ്റില്ല. ബാങ്കിൻ്റെ പാസ്ബുക്കിൽ ഇങ്ങനൊരു നോട്ട് വേണ്ടി വരും, വെജിറ്റബിളിൻ്റെ ആണ് നെല്ലിൻ്റെ ആണെന്നൊന്നും പറയാൻ ഇപ്പോൾ പറ്റില്ല. സംവിധാനങ്ങളില്ല, ഒക്കെ അക്കൗണ്ട് മുഖേനയാണ് തരുന്നത്. അതിൽ നിർവാഹമില്ല. സൂചിപ്പിക്കാം, എന്താ പറയുക, മീറ്റിങ്ങുകൾ വരുമ്പോൾ മേലധികാരികളെ അറിയിക്കാം കേട്ടോ.
ഇനി അടുത്തത് റംല അലിയുടെ 45 കൊല്ലമായി നെല്ല് മെഴുതുകൊണ്ടിരിക്കുന്ന പാടശേഖരത്തിലേക്ക് അല്ലേ, അത് ട്രാക്ടർ, അത് മനസ്സിലായി എനിക്ക് ഈ സ്ഥലം. അത് ഞാൻ കണ്ടു. ഞങ്ങളിതുപോലെ ഞങ്ങൾ മനസ്സിലായി കേസാണ്. അത് ഞാൻ ആ സ്ഥലം വന്ന് കണ്ടു. അപ്പോൾ നമ്മൾ ഈ കേസ് കഴിയാനായിട്ട് നിൽക്കണ്ട. ഞാൻ കണ്ടത് ഇതിൻ്റെ ഇങ്ങേയറ്റാണ് കേസായിട്ട് കിടക്കുന്നത്. ആ പാടത്തിൽ തന്നെ അങ്ങേ അറ്റത്ത് ചെയ്യാൻ ആരോടും ചോദിക്കണ്ട. അതിൻ്റെ ഓണർ മാത്രം വിചാരിച്ചാൽ മതി. അത് ചെറിയൊരു റാമ്പ് ഉണ്ടാക്കാനുള്ള പ്രശ്നമേ ഉള്ളൂ. അത് പാടശേഖര സമിതിയും ആ ഓണർ ആരാച്ച ആളും സമ്മതിക്കുകയാണെങ്കിൽ അവിടെ ഒരു റാമ്പ് ഉണ്ടാക്കാൻ യാതൊരു പ്രയാസവും. അല്ല, ഞാൻ പറയുന്നത് ഇത്തരം കാര്യങ്ങള് പാടശേഖരത്തിന് നേരിട്ട് ചെയ്യാം. പഞ്ചായത്തിന്റെ ഫണ്ട് കാത്തിരിക്കണ്ട. നിങ്ങൾക്ക് അതൊരു ചെറിയൊരു എമൗണ്ട് എടുക്കാൻ പറ്റുന്ന വെച്ചാൽ കർഷകരുടെ കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഒരു റാമ്പ് നിർമ്മിക്കാനുള്ള അനുവാദം നമ്മൾ തരാം. അത് ചെയ്യാം. പിന്നെ ഫണ്ട് വരുന്ന മുറയ്ക്ക് റീഇംബേഴ്സ് ചെയ്താൽ പോരെ? അച്ഛൻ കേട്ടാ കേൾക്കണ്ട. അങ്ങനെ നോക്കിയാൽ പിന്നെ വണ്ടി ഇറക്കലുണ്ടാവില്ല. ഞങ്ങൾ പരമാവധി ശ്രമിക്കാം. അല്ല, ഞാനെന്തറിയോ, അല്ല അച്ഛൻ, ഞാനത് വന്ന് വിസിറ്റ് ചെയ്ത സ്ഥലം. അത്രമാത്രം എമൗണ്ട് ഒന്നും അവിടെ വരില്ല. ഒരു റാമ്പ് നിർമ്മിക്കാൻ അത്ര ഇതൊന്നും വരില്ല. അത്ര വരുമോ? നിങ്ങൾ ഒരു സാധാരണ ഏതെങ്കിലും ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറെ കൊണ്ട് ഒരു എസ്റ്റിമേറ്റ് എടുപ്പിക്കും. എന്നിട്ട് ഒരു പ്രൊപ്പോസലായിട്ട് തരും. എന്നിട്ട് ഞാൻ കൊടുത്തോളാം കേട്ടോ. വെറുതെ ഇരുന്നിട്ട് വാക്കാൽ ഇത്ര രൂപയാണ് പറയണ്ട. എസ്റ്റിമേറ്റ് അല്ല, എനിക്ക് കൊടുക്കുമ്പോൾ പൈസ കൊടുക്കണം. എനിക്ക് ഫണ്ട് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എമൗണ്ട് എത്ര വരും എന്ന് കൊടുക്കണം. അപ്പം നിങ്ങൾ എസ്റ്റിമേറ്റ് എടുക്കുക. ഒരു എഞ്ചിനീയറെ വിളിക്കുക, ഏകദേശം എത്ര വരും അതിൻ്റെ കൂലി എന്നിട്ട് ഒരു എസ്റ്റിമേറ്റ് ഇതാ. അപ്പം ഞാനത് ചെയ്തോളാം കേട്ടോ. പിന്നെ ഉള്ളത് പുളിക്കൽ ചീർപ്പിന് പലക വേണമെന്ന് അല്ലേ, അത് പറഞ്ഞല്ലോ. അത് ഞാൻ പറഞ്ഞത് കുറേ കിടക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ പങ്ങാരപ്പള്ളി പാടശേഖരം മാത്രമൊന്നുമല്ല, നിരത്തി എല്ലാ പാടശേഖരത്തു നിന്നും റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അത് മൈനർ ഇറിഗേഷനോട് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം. മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പങ്ങാരപ്പള്ളിയിലത്തെ വലിയൊരു പ്രൊപ്പോസലാണ്. ഞാനിപ്പോൾ റീറ്റെയിനിങ് വോൾ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതിൽ തന്നെ പലക അവർ പറഞ്ഞിട്ടുണ്ടോയെന്ന്, സോയിൽ കൺസർവേഷൻകാർ ചെയ്തിട്ടുണ്ടോയെന്ന്, അതായത് വെള്ളം മണ്ണ് സംരക്ഷിക്കുന്നത് അവരുടെയാണ്. അപ്പോൾ അതിൽ ഫണ്ട് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അല്ലാത്ത പക്ഷം മൈനർ ഇറിഗേഷനോടും കൂടി നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. 10ാം ക്ലാസ് കഴിഞ്ഞില്ലേ, ഇനി +1 +2 എവിടെ പഠിക്കും? ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട. നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ 3 പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യു കോളേജ് 2024-25 വർഷത്തെ +1 +2 ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച അച്ചടക്കം, കുറഞ്ഞ ഫീസ്, ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ MS ഓഫീസ്, ടാലി, ഫോട്ടോഷോപ്പ്, കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ്, ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ്. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക.